ലോകാനുഗ്രഹിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ ലോകത്തിലെ സകല ചരാചരങ്ങളും സന്തോഷത്തിൽ ആറാടുമ്പോൾ ഇബ്ലീസ് മാത്രം പൊട്ടിക്കരയുകയായിരുന്നു. ആ നബിജന്മത്തിന്റെ സന്തോഷവുമായി ഒരു റബീഉ കൂടി കടന്നെത്തുമ്പോൾ, വിശ്വാസി മനസ്സുകൾ സന്തോഷത്തിലാകുമ്പോൾ, ചരിത്രത്തിന്റെ പരാവർത്തനം പോലെ ഇബ്ലീസിന്റെ പിൻഗാമികൾ പോസ്റ്റർ ഒട്ടിച്ചും ചോദ്യം ചോദിച്ചും അരിഷം തീർക്കുകയാണ്. നമുക്ക് മറുപടി പറയാം വളരെ സിമ്പിളായി. ഉണ്ടല്ലോ, മുൻഗാമികളായ മഹാമാരൊക്കെ നബിദിനം ആഘോഷിച്ചവരാണ്. സുയൂത്തി ഇമാമിനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ആവശ്യത്തിൽ ഗ്രന്ഥം വരെ എഴുതിയിട്ടുണ്ട്. അതൊന്നും തെളിവല്ലല്ലോ, ഖുർആനിലും ഹദീസിലുണ്ടോ? ഉണ്ടല്ലോ, അത് പറയാം. അതിനൊപ്പം ചോദിക്കട്ടെ, ഖുർആനിലും ഹദീസിലും ഇല്ലെങ്കിൽ അംഗീകരിക്കൂല? ഖുർആൻ ഹദീസ് അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്, അത് മാത്രമല്ല അംഗീകരിക്കാൻ പറ്റൂ. അങ്ങനെയാ? കാസ്റ്റ് ആൻഡ് ഹദീസ് എന്നുള്ളതിന് ഖുർആനിലും ഹദീസിലും ഏടിയില്ല. അത് നിങ്ങൾ എങ്ങനെ അംഗീകരിക്കുക? കുഞ്ഞിയുടെ തനി അടവ് പുറത്തെടുക്കണ്ട. ആ വിഷയം മാറ്റില്ല പരിപാടിയാണ്. നബിദിനം ആഘോഷിക്കാൻ ഖുർആനിലോ ഹദീസിലോ വല്ല തെളിവുണ്ടെങ്കിൽ പറയാം. എന്നാ കേട്ടോ. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു. സൂറത്ത് യൂനുസിന്റെ 55-ാം ആയത്ത്. നബിയെ റഹ്മത്ത് കൊണ്ട് അങ്ങ് സന്തോഷിക്കുക. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവൻ റഹ്മത്തായിട്ടാണ് നബി ജനിച്ചതെന്ന് അംബിയാ സൂറത്തിന്റെ 107-ാമത്തെ ആയത്ത്. ഇപ്പൊ മനസ്സിലായില്ലേ, റസൂലുള്ള റഹ്മത്താണെന്ന്, റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണമെന്ന്. അപ്പോ നബി ജനിച്ച മാസത്തിൽ സുന്നികൾ സന്തോഷിക്കുന്നു. സന്തോഷിച്ചോ, പിന്നെ ചോറിലും വെച്ചിട്ട് ആഘോഷാക്കുന്നു. അതിലെവിടെ വെച്ചും സന്തോഷം പ്രകടിപ്പിക്കുന്ന ചങ്ങായി ആഘോഷിക്കുക എന്ന് പറയുന്നത്. നബി ജന്മദിനത്തിലുള്ള സന്തോഷ പ്രകടനമാണ് നബിദിനാഘോഷം. അത് അനുവദനീയായി ഏത് രൂപത്തിലും ആകാം. അനുഗ്രഹം ലഭിച്ചാല് അപ്പൊ സന്തോഷിക്കാം. ഇത് എല്ലാ വർഷവും ഞാൻ സന്തോഷിക്കുന്നത്, അതിന് വല്ല തെളിവുണ്ട്? അതിന്റെ ഉണ്ടല്ലോ, തിങ്കളാഴ്ച നോമ്പ് സുന്നത്തായത് നബി ജനിച്ച ദിവസമായതുകൊണ്ടാണ് ഹദീസിലൊക്കെ ഉണ്ട്. അത് എല്ലാ തിങ്കളാഴ്ച ഇങ്ങനെ തുടരുകയാണല്ലോ, ആ ഒരു തിങ്കളാഴ്ച മാത്രമല്ലല്ലോ. നബിദിനത്തിന് ആരും നോമ്പ് വെക്കുന്നവരും കണ്ടിട്ടില്ല, ചോറും നെയ്ച്ചോറും ഇങ്ങനെ തിന്നാനല്ലാണ്ട്. അപ്പൊ നോമ്പ് വെക്കുന്ന പോലെ നല്ല സുന്നിയുടെ ആഘോഷം, നിങ്ങളുടെ ആഘോഷ രീതി വേറെ തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല, നോമ്പ് നോക്കലൊരു പുണ്യാണ്. ഇനി മതുക ചെയ്യല് വേറൊരു പുണ്യാണ്. സുന്നികൾ മതുക ചെയ്യുന്നു, അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുന്നു, എല്ലാം പുണ്യം തന്നെയല്ലേ. അങ്ങനെ സാധകം ചെയ്തില്ലല്ലോ. ആര് പറഞ്ഞു ചെയ്തിട്ടില്ലാന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പാടിയന് ഹസ്സാൻ ഇബ്നു സാബിത്ത് ഒരു മിമ്പർ ഉണ്ടാക്കി കൊടുത്തില്ലേ? പിന്നെ കഅബ് റളിയല്ലാഹു അൻഹു പുതപ്പ് സമ്മാനിച്ച ഹദീസിലില്ലേ? ഖദീജ ബീവിക്ക് വേണ്ടി നബി ഭക്ഷണം കൊടുത്തതും ഹദീസിലില്ലേ? പിന്നെന്താ നിങ്ങൾ ഇതൊന്നും ഇല്ലാന്ന് പറയുന്നത്? ഈ മദ്ഹ് ചെയ്യലും അതുപോലെ തന്നെ ഭക്ഷണം വെക്കലും ഇതെല്ലാം വേറെ വേറെ ഹദീസാണ്, വേറെ വേറെ സമയമല്ലേ. ഇതെല്ലാം കൂടി നബിദിനത്തിൽ ചെയ്യണമെന്ന് എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് പറയാൻ പറ്റും? അങ്ങനെ വേറെ വേറെ ഹദീസ് വെച്ചിട്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിസ്കരിക്കാൻ പറ്റൂല. അതിന്റെ നിസ്കാരത്തിന്റെ എല്ലാം കൂടി ഒരു ഹദീസിൽ പറഞ്ഞിട്ടില്ല, അതൊക്കെ വേറെ വേറെ ഹദീസിലാണുള്ളത്. പക്ഷെ എന്ത് പറഞ്ഞാലും സഹാബികൾ റബീഉൽ അവ്വൽ ഇന്നത്തെ പോലെ ഇങ്ങനെ വലിയ ആഘോഷം ആക്കിയിട്ടൊന്നും നടത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് നബിദിനം വിദേഹത്ത് തന്നെയാണ്. അങ്ങനെ ഇപ്പം വിദേഹത്താക്കിയാല് സംഘടന രൂപീകരിക്കൽ വിദേഹത്തായിരിക്കും, പോസ്റ്റർ രൂപീകരിക്കൽ അതൊന്നും സ്വഹാബാക്കൾ ചെയ്തിട്ടില്ലല്ലോ, അതെല്ലാം വിദേഹത്താവും. നിങ്ങൾ പറഞ്ഞ കണക്കിന് നബിദിനാഘോഷം സംഘടന രൂപീകരിക്കുന്നവരെന്നല്ല, ഇതൊരു മതപരമായ വിഷയം. അപ്പോ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുതുതായിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റില്ല, അത് വിദേഹത്ത് തന്നെയാണ്. അപ്പൊ നിങ്ങളെ സംഘടനക്ക് ദീനുമായിട്ട് ഒരു ബന്ധമില്ല അല്ലേ? പോട്ടെ, ഈ പള്ളീന്റെ മീറാബും മിനാരൊക്കെ നബീന്റെ കാലത്തുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന പോലെയുള്ള ചട്ടന്റെ ഉള്ളിലുള്ള മുസാഫ് നബീന്റെ കാലത്തുണ്ടായിരുന്നു. അല്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വരുമ്പോ അതൊന്നും കളി കൂട്ടൂലേ? റബീഉൽ അവ്വലിന് നിങ്ങൾ ഓതുന്ന മൗലൂദിന് യാതൊരു അടിസ്ഥാനം. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ പറ്റൂല. മൗലൂദിൽ എന്താ ഉള്ളത്? നബീന്റെ സ്വലാത്തും മദ്ഹുവാണ്. അത് ചെയ്യാൻ ഖുർആനിലും ഹദീസിലും ഒക്കെ നിർദ്ദേശമുണ്ട്. അത് ചെയ്യണം, പക്ഷെ ഈ റബീഉൽ അവ്വൽ മാത്രം അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യുന്ന തെളിവില്ലാന്നാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അതായിപ്പോ വിഷയം. എന്നാ റബീഉൽ ആഖിറിൽ നമുക്ക് മൗലൂദ് ആരാണ് നടത്താ? നിങ്ങൾ വരുമോ? ഇല്ല, ഒരിക്കലും വരണം. മൗലൂദിൽ അല്ലാഹ് അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഉണ്ട്, അത് ശിർക്ക്. അതാണ് സുന്നികൾ ചെയ്യുന്നത്. സുന്നികൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നേ ഇല്ല, മഹാന്മാരോട് സഹായം തേടുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിനോടല്ലാതെ സഹായം തേടലും ശിർക്ക്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിന്റെ അർത്ഥം പ്രാർത്ഥനയും സഹായത്തിന് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നാണല്ലോ. അത് ശരി. എങ്കിലും പുഴയിൽ വീണ ഒരാള് രക്ഷിക്കണേന്ന് സഹായം തേടി അത് ശിർക്കാവോ? സത്യത്തിൽ എന്താ പ്രാർത്ഥന? മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ അള്ളാഹുവിനോടല്ലാതെ തേടലാണ് പ്രാർത്ഥന. അപ്പൊ മനുഷ്യനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യത്തിന് ഒരു ആനനെ മരം വിളിക്കാൻ കൂട്ടി, അതും ശിർക്കാവോ? അല്ലെങ്കിൽ നിങ്ങളിപ്പോ പ്രാർത്ഥനയുടെ നിർവചനം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പൊ നിങ്ങളുടെ നേതാക്കളുടെ പുതിയ കണ്ടെത്തൽ ജിന്ന് ചെറുത്താന്മാരുടെ ഒക്കെ സഹായം തേടാനാണ്. നിങ്ങൾ ജിന്ന് ചെറുത്താന്മാരോട് തേടുന്നു, ഞങ്ങൾ നബിനോട് ഔലിയാക്കുമാരോടും തേടുന്നു. ഏതാ മെച്ചം? ഇക്കാര്യം പറഞ്ഞിട്ട് മൗലൂദിനെ എതിർക്കാൻ വരണ്ട. പക്ഷെ മൗലൂദികളിൽ ധാരാളം സഹിയല്ലാത്ത ഹദീസുകളും തെളിവല്ലാത്ത സംഭവങ്ങളുണ്ട്.
അതുകൊണ്ട് തന്നെ ഞങ്ങള് മൗലൂദ് ചെല്ലാറില്ല. എന്നാലായിക്കോട്ടെ, ആ മൗലൂദ് നിങ്ങൾ പങ്കെടുക്കണ്ട. സോയിയായ ഹദീസ് മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഒരു മൗലൂദ് ഉണ്ടാക്കാം. എന്ന് നിങ്ങൾ ചെല്ലാൻ വരുമോ? എന്ത് പറഞ്ഞാലും നബിദിനും മൗലൂദൊക്കെ ഈ ഒരു സ്ഥലത്ത്, ഈ കേരളത്തിൽ നിങ്ങൾ കുറച്ച് സുന്നികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. നബിയുടെ നാടായ മദീനത്തോ മക്കത്തോ പോലും ഇല്ല. ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അത് കളവാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മൗലൂദ് ആഘോഷമുണ്ട്. പിന്നെ ഗൾഫ് നാട്ടിൽ ഇപ്പം അങ്ങനെ വ്യാപകമായി ഇല്ല എന്നുള്ളത് ശരിയാണ്. അതിന്റെ കാരണം വഹാബികള് സൗദിയിൽ കടന്നു കൂടിയതിന് ശേഷമാണ് അത് നിർത്തലാക്കിയത്. അതിന്റെ മുമ്പ് അവിടെ മൗലൂദ് ഉണ്ടായിരുന്നു, മക്ബറകൾ ഉണ്ടായിരുന്നു എന്നതിനൊക്കെ ഒരുപാട് തെളിവുണ്ട്. നിങ്ങൾ ഇപ്പോൾ അത് പറഞ്ഞു നിൽക്കണ്ട. പിന്നെ നമ്മളെ കേരളത്തിൽ തന്നെ മുജാഹിദിന്റെ ആദ്യകാല നേതാക്കളൊക്കെ നബിദിനം ആഘോഷിച്ചതിന് നമുക്ക് ഒരുപാട് തെളിവുകളുണ്ട്. ദീനില് ആകെ 2 ആഘോഷം മാത്രമേ ഉള്ളൂ എന്ന് നബി തങ്ങളുടെ ഹദീസുണ്ട്. അത് 2 പെരുന്നാളുകളാണ്. പിന്നെ 3ാമതൊരാഘോഷം നടത്താൻ ഹദീസിനെതിരല്ലേ? അത് നിങ്ങൾ ഹദീസിന്റെ ആശയം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നിങ്ങളെ വീട്ടിലെ കല്യാണ ആഘോഷമായി തന്നെ നടക്കല്ലേ? സംഘടനയുടെ സ്ഥാപനത്തിന്റെയും വാർഷികാഘോഷവും നടക്കുന്നു, മക്കളുടെ ജന്മദിനാഘോഷം വരെ നടക്കുന്നു. അതിനൊന്നും പ്രശ്നമില്ല. നബിദിനം ആഘോഷിക്കുന്നിടത്ത് മാത്രം 2 ആഘോഷമേ പറ്റൂ എന്ന് പറയും. നബി തങ്ങൾ ജനിച്ച മാസം മാത്രമല്ലല്ലോ, വഫാത്തായ മാസം ഈ റബീഉൽ അവ്വൽ 12-ന് അതേ ദിവസം തന്നെയല്ലേ. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ആ ദുഃഖാചരണമായിട്ട് ലോക മുസ്ലിങ്ങളൊക്കെ സങ്കടപ്പെട്ട ഒരു ദിവസം ഇങ്ങനെ ആഘോഷിക്കണം? അതിന് നിങ്ങൾക്കല്ലാണ്ട് വേറെ ചെയ്യുമോ? നബി ജനിച്ചതിന് സന്തോഷിക്കാൻ ഖുർആനിലുണ്ട്. അതിന് നമ്മൾ സന്തോഷിക്കുന്നു. പിന്നെ സങ്കടപ്പെടുന്നില്ലല്ലോ. ഒരാൾ മരിച്ചാൽ 3 ദിവസം മാത്രമേ ദുഃഖാചരണം പറ്റൂ എന്ന് ഹദീസിലുണ്ടല്ലോ. പിന്നെ അതിനെതിരായിട്ട് ചെയ്യാൻ പറ്റുമോ? നമ്മൾ മുസ്ലിം പഠിപ്പിച്ച അനുസരിക്കല്ലേ വേണ്ടത്? നബിദിനം ആഘോഷിച്ച കൂലി കിട്ടുമെന്ന് സുന്നികൾ പറയുന്നു. ആഘോഷിക്കൽ തെറ്റാണ് മുജാഹിദുകളും മാറ്റാൾക്കാർ. ഞാനൊരു കാര്യം പറയാം, ഞാനൊരു വിഭാഗത്തിന്റെയും കൂടിയല്ല. കൂലി കിട്ടിയിട്ടെങ്കിലും വേണ്ടില്ല, കുറ്റം ചെയ്യുന്നില്ല എന്ന് ഉറപ്പിക്കാമല്ലോ എനിക്ക്. ഞാൻ സുന്നിയല്ല, മുജാഹിദല്ല, ഒരു വിഭാഗത്തിന്റെ ആളല്ല. ഞാനൊരു മുസ്ലിമാണ്. അത് നിങ്ങളൊരു അടവാണ്. ഒന്നുകിൽ എല്ലാ വിഭാഗം പറയുന്നത് ശരിയാണോ? അങ്ങനെ ഇപ്പൊ എല്ലാരും കൂടെ പറയുന്നത് ശരിയാവില്ലല്ലോ. അല്ലെ പിന്നെ ആര് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു, അപ്പൊ പിന്നെ ഇസ്ലാം കൂടെ നിലനിൽക്കുന്നില്ല എന്നാവൂലേ? അപ്പൊ ഏതെങ്കിലും ഒരാൾ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ. അങ്ങനെ ഒരു വിഭാഗത്തിന് കൂടാതെ മുസ്ലിമായി ജീവിക്കാൻ പറ്റില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പറയുന്ന ഒരു വിഭാഗത്തിലും ഇല്ലാന്ന്, എന്നിട്ട് സുന്നികൾ ആചാരായ നബിദിനത്തിനൊക്കെ മാറിയിരിക്കുകയും ചെയ്യുന്നു. ഇത് വലിയ ഭവിഷ്യത്താണ്. കാരണം നബിദിന ആഘോഷം തെറ്റാകാൻ സാധ്യതയുണ്ട് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വിശ്വാസത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. വിശ്വാസം പൂർണ്ണമായിട്ടില്ലെങ്കിൽ പിന്നെ അമലൊന്നും സ്വീകരിക്കില്ല. ഇപ്പൊ അതാണ് ഉണ്ടായിത്തീരുന്നത്. ഇനി ഇത്ര പറഞ്ഞിട്ട് നബിദിനത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അസുഖം വേറെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ ഏറ്റവും സങ്കടപ്പെട്ടത് ഇബ്ലീസാണ്. ഇബ്ലീസിന്റെ പിന്തുടർച്ചക്കാർ മനുഷ്യരൂപത്തിൽ ഉണ്ടാവുമല്ലോ. എത്ര പറഞ്ഞാലും അള്ളാഹിന്റെ തൗഫീഖും കൂടെ വേണം. അള്ളാഹു